ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മർത്തോമ യോൻ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശു തന്നെക്കുറിച്ചും തന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: യേശു സ്വന്തം ജീവൻ മറുവിലയായി നൽകി വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മളെ ഓരോരുത്തരെയും. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അനുഗ്രഹിച്ചു. അവരെ സൗരഭ്യത്തിന്റെ പർദീസയിലാക്കുകയും ചെയ്തു. എന്നാൽ ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയും നന്മ തിന്മകളെക്കുറിച്ച് സാത്താൻ നൽകിയ തെറ്റായ തിരിച്ചറിവ് സ്വീകരിക്കുകയും ചെയ്തു. അതിലൂടെ ദൈവമക്കളായിരുന്ന ആദമിനും ഹവ്വയ്ക്കും പർദീസ നഷ്ടപ്പെടുകയും പിശാചിന്റെ അടിമയായി തീരുകയും ചെയ്തു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിന്റെ ഉള്ളടക്കം തന്നെ പിശാച് തെറ്റായ തിരിച്ചറിവ് നൽകി വഴിതെറ്റിച്ച ആദത്തിന്റെ സന്തതി പരമ്പരയെ ദൈവം 10 കൽപ്പനകളിലൂടെ നന്മതിന്മകളെക്കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് നൽകി നഷ്ടപ്പെട്ടു പോയ പർദീസയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ്. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും പ്രവർത്തിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം പിശാചിനെ പരാജയപ്പെടുത്തുവാനും മനുഷ്യവംശത്തെ രക്ഷിക്കാനുമായി സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു. ഒരുവൻ പിശാചിനെ അടിമയായി തീരുന്നത് പാപം ചെയ്യുക വഴിയാണ്. എന്നാൽ മറുവിലയായി കിട്ടിയ യേശു പാപം ചെയ്യുകയോ ദൈവപിതാവിനെ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. പിശാച് യേശുവിനെ ദൈവത്തിൽ ഇടറിക്കുന്നതിനു വേണ്ടി പരമാവധി സഹനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. യേശു മോചനദ്രവ്യമായി മാറിയതോടുകൂടി സകല മനുഷ്യർക്കും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ തുറക്കപ്പെട്ടു. ആര് യേശുവിന്റെ രക്ഷകരമായ സഹനത്തിൽ പങ്കുചേരുന്നുവോ അവർക്ക് പിശാചിൽ നിന്ന് വിജയം കൈവരിക്കാനാകും. സാത്താന് വിലയായി തീർന്നുകൊണ്ടല്ല, പകരം സാത്താൻ നൽകിയ സഹനത്തിൽ ഇടറിപ്പോകാതെ നിന്ന് അവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യേശു മനുഷ്യവംശത്തെ രക്ഷിച്ചത്. സാത്താനെ പരാജയപ്പെടുത്താനും അവൻ അടിമപ്പെടുത്തിയവരെ രക്ഷിക്കാനുമുള്ള ഉചിതമായ മാർഗം സഹന സമർപ്പണമാണെന്ന് യേശു നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്നു. സഹനം നൽകുന്ന പിശാചിന്റെ ലക്ഷ്യം നമ്മെ നിരാശപ്പെടുത്തുകയും ദൈവത്തെ നിഷേധിക്കുന്നവരാക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷേ അതേ സഹനം യേശുവോട് ചേർന്ന് സ്വീകരിച്ച് സമർപ്പിച്ചാൽ പിറുപിറുക്കാതെയും നിരാശപ്പെടാതെയും ചെയ്യാതിരുന്നാൽ സഹനകാരണനായ പിശാചിനെ പരാജയപ്പെടുത്തി രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിയും. നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതെ വീണ്ടെടുപ്പിനുള്ള വിലയായി നൽകി യേശുവിന്റെ രക്ഷകരമായ സഹനത്തോട് നമുക്ക് ഈ നോമ്പുകാലത്ത് ചേർന്ന് നിൽക്കാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അറിയുന്നു. ആ സ്നേഹത്തിൽ വേരൂന്നി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.